ദഹനകാലം 6-ാം ഞായർ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 26 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. നിയമത്തിന്റെ പൂർത്തീകരണം. മത്തായിയുടെ സുവിശേഷം 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ മലയിലെ പ്രസംഗം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒരിക്കലും കാലഹരണപ്പെടാത്ത കുറേയേറെ സ്വർഗീയ നിയമങ്ങളാണ് നാം ഇവിടെ വായിക്കുക. ഈ ലോകത്തായിരിക്കുന്നിടത്തോളം കാലം മോശയുടെ നിയമങ്ങളൊക്കെ അക്ഷരം വിടാതെ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഒരു തികഞ്ഞ യഹൂദനായിട്ടാണ് യേശു ജീവിച്ചത്. പക്ഷേ നിയമത്തിന്റെ ആന്തരികതയ്ക്കാണ് യേശു മുൻതൂക്കം കൊടുത്തത്. അതിനാൽ നിയമനിഷേധകനെന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് അവൻ ആ നിയമങ്ങൾ അനുഷ്ഠിച്ചു പോന്നത്. മോശ നൽകിയത് 10 ദൈവകൽപ്പനകളായിരുന്നു. പക്ഷേ മോശയ്ക്ക് ശേഷം 1500 വർഷങ്ങൾ പിന്നിട്ട് യേശുവിന്റെ കാലഘട്ടത്തിലെത്തിയപ്പോൾ അത് 613 നിയമങ്ങളാക്കി. ആവശ്യത്തിനും അനാവശ്യത്തിനും സാധാരണക്കാരന്റെ ചുമലിൽ വലിയ ഭാരമാക്കി അവർ അടിച്ചേൽപ്പിച്ചു. അപ്പോഴാണ് എന്റെ നുകം ലഘുവും വഹിക്കാൻ എളുപ്പമുള്ളതുമാണ്, മത്തായി 11:30 എന്നു പറഞ്ഞുകൊണ്ട് നിയമങ്ങളെ ദൈവസ്നേഹം, മനുഷ്യസ്നേഹം എന്നിങ്ങനെ വെറും രണ്ടായി യേശു ചുരുക്കുന്നത്. ഇത് മോശയുടെ നിയമങ്ങളെ നിരാകരിക്കുന്നവയല്ല, മറിച്ച് അവയെ അംഗീകരിക്കുന്നവയും എന്നാൽ അവയ്ക്ക് കൂടുതൽ ആഴവും വ്യാപ്തിയും നൽകുന്നവയുമാണ്. നിയമത്തെയോ പ്രവാചകന്മാരെയോ ഇല്ലാതാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ അതിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നിയമങ്ങൾക്ക് പുതിയ മാനം അവൻ നൽകിയത്. നിയമത്തിന്റെ സാധുതയെ ഉയർത്തിപ്പിടിക്കുകയും എന്നാൽ നിയമജ്ഞരും ഫരിസേയരും കൂട്ടിച്ചേർത്ത വ്യാഖ്യാനത്തെ തള്ളിപ്പറയുകയും ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ നിയമവും മനുഷ്യന്റെ വ്യാഖ്യാനവും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല എന്ന് യേശു വ്യക്തമാക്കുന്നു. അതിനാൽ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു പുതിയ ജീവിതക്രമത്തെ യേശു മുന്നോട്ട് വയ്ക്കുന്നു. ഇതുവരെ ആരും സ്പർശിക്കാൻ ധൈര്യപ്പെടാത്ത ഒരു മേഖലയിലാണ് യേശു കൈവെക്കുന്നത്. കാരണം നിയമത്തിന്റെ സ്വർഗീയമായ യഥാർത്ഥ ആഴം എന്തെന്ന് സ്വർഗത്തിൽ ദൈവത്തിന്റെ വലത്തുഭാഗത്തു നിന്നും ഇറങ്ങി വന്ന യേശുവിനല്ലാതെ മറ്റാർക്കാണ് അറിയുക? അവൻ പ്രബോധനങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ജനക്കൂട്ടം അവന്റെ അറിവിനെപ്പറ്റി വിസ്മയിച്ചു. എന്തെന്നാൽ അവരുടെ നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിക്കുന്നത് എന്ന് ശ്രോതാക്കൾ തന്നെ ഏറ്റുപറയുന്നുണ്ട്. വ്യഭിചാരം, വിവാഹമോചനം, ആണിയിടൽ, തിന്മയ്ക്ക് പകരം നന്മ, ശത്രുസ്നേഹം, ധർമ്മദാനം, യഥാർത്ഥ പ്രാർത്ഥന, ഉപവാസം തുടങ്ങിയ അനേകം വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന അവന്റെ പ്രബോധനങ്ങളിൽ നിന്ന് കൊല്ലരുത്, സഹോദരനുമായി രമ്യതപ്പെടുക എന്നീ 2 പ്രബോധനങ്ങൾ മാത്രമാണ് ഇന്ന് നമ്മുടെ ചിന്താവിഷയം. അവനെ ശ്രവിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിക്കുന്നത്. അന്നുവരെ കർത്താവ് അരുളിച്ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിയമവ്യാഖ്യാനം നടത്തിക്കൊണ്ടിരുന്നിടത്ത് ഞാൻ പറയുന്നു എന്ന ആധികാരികതയാണ് മനുഷ്യരെ അമ്പരപ്പിച്ചതും ആകർഷിച്ചതും. നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിലംഘിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. 2000 വർഷങ്ങൾ പിന്നിട്ടിട്ടും അവന്റെ ഈ പഠനങ്ങളിൽ വള്ളിപുള്ളി കൂട്ടിച്ചേർക്കാനോ കുറയ്ക്കാനോ ആർക്കും കഴിഞ്ഞിട്ടില്ല. കൊല്ലരുത്, സഹോദരനുമായി രമ്യതപ്പെടുക എന്ന ഇന്നത്തെ പ്രബോധനങ്ങളെ വിശകലനം ചെയ്താൽ അത് എല്ലാ നിയമങ്ങൾക്കുമുള്ള ഉത്തരമാകും. മതത്തെ മതാത്മകതയാക്കി മാറ്റി വെറും അനുഷ്ഠാന തലത്തിലേക്ക് താഴ്ത്തിക്കെട്ടിയ സാഹചര്യത്തിലാണ് മതത്തിന്റെ ആത്മീയതയിലേക്ക് യേശു ആഴ്ന്നിറങ്ങുന്നത്. പഴയ നിയമം കൽപ്പലകളിലാണ് എഴുതപ്പെട്ടതെങ്കിൽ പുതിയ നിയമം എഴുതപ്പെട്ടത് ഹൃദയഫലകത്തിലാണ്. സ്നേഹം എന്ന ഒറ്റ വാക്കിൽ സകല നിയമങ്ങളെയും പ്രവാചകന്മാരെയും അവൻ ചുരുക്കി. മനുഷ്യൻ ദൈവത്തിനെതിരെ ചെയ്യുന്ന അതിക്രമങ്ങൾക്ക് പരിഹാരമായി നടത്തിയിരുന്ന ബലി അർപ്പണത്തെക്കുറിച്ച് അവൻ സംസാരിക്കുന്നത്. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന വചനഭാഗമാണ്. ഹോസിയ 6:6. ഹൃദയം നിറയെ ലൗകിക തൃഷ്ണതയും മോഹങ്ങളും കുത്തി നിറച്ചു വെച്ച് എത്ര ഉച്ചത്തിൽ കർത്താവിനെ വിളിച്ചാലും അത് അവന്റെ കർണപുടങ്ങളിൽ എത്തുകയില്ല. ദൈവാരാധന അതരം കൊണ്ടല്ല, ഹൃദയം കൊണ്ടാണ് നടത്തേണ്ടത്. കൊല്ലരുത് എന്ന കൽപ്പന ലംഘിക്കുന്നവർ അധികം ഉണ്ടാകില്ല. എന്നാൽ കൊല്ലാൻ മാത്രം മറ്റുള്ളവരോട് പകവെച്ചുകൊണ്ട് ബലിപീഠത്തെ സമീപിക്കുന്നവർ ധാരാളമുണ്ട് താനും. നിന്റെ സഹോദരന് നിന്നോട് നീരസമുണ്ടെങ്കിൽ അതിന് നീ കാരണക്കാരനാണെങ്കിൽ നീ തന്നെ എളിമയോടെ ത്യാഗത്തോടെ മുൻകൈയെടുത്ത് അനുരഞ്ജനം സാധ്യമാകുന്നിടത്താണ് ദൈവം പ്രസാദിക്കുക. ലോകത്തെ പൂജിക്കുന്നവരിൽ ഒരിക്കലും എളിമ, താഴ്മ, ത്യാഗം പോലെയുള്ള ദൈവിക സുഹൃതങ്ങൾ വിളയാടുകയില്ല. അതില്ലാത്തവരിൽ കുടികൊള്ളുന്ന അഹങ്കാരത്തിന്റെ പ്രവൃത്തികളായ വെറുപ്പ്, പക, ദേഷ്യം,
മാത്സര്യം, വിട്ടുവീഴ്ചയില്ലായ്മ തുടങ്ങിയവയെല്ലാം പൈശാചിക സ്വാധീനങ്ങളാണ്. സാത്താനെയാണ് അവർ പൂജിക്കുന്നത്. ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുക സാധ്യമല്ല. ദൈവിക പുണ്യങ്ങളായ സ്നേഹവും കരുണയും ദയയുമൊക്കെ ദൈവമക്കളുടെ അടയാളമാണ്. എന്റെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ശത്രുഗണത്തിൽപ്പെട്ടവനായിരുന്നിട്ടും മരണാസന്നനായി കിടന്ന മനുഷ്യനോട് കരുണ കാണിച്ച നല്ല സമറിയക്കാരന്റെ സുന്ദരമായ ഉപമ യഥാർത്ഥ ദൈവാരാധനയുടെ ഉത്തമ ദൃഷ്ടാന്തമാണ്. എന്നാൽ ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തിയ ദൈവ ശുശ്രൂഷകരുടെ അവസാന വാക്കായ ലേവായനും പുരോഹിതനും യേശുവിന്റെ കണ്ണിൽ പുറം തള്ളപ്പെട്ടു. മനുഷ്യനെ വിധിക്കുന്നവൻ അവനെ വധിക്കുന്നതിന് തുല്യമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. സഹോദരനുമായി രമ്യതയിലെത്താൻ മുതിരാതെ അഹങ്കാരത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ അവസാനത്തെ ചില്ലിക്കാശും കൊടുത്ത് വീട്ടുവോളം നീ പുറത്തു വരികയില്ല എന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു.